മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 3-ാം ദിവസമാണ്. 20 പേരടങ്ങുന്ന 3 ടീമുകളായി RRT സംഘം ഇന്നും തെരച്ചിൽ നടത്തുമെന്ന് അറിയാൻ കഴിയുന്നു. 2 കുങ്കിയാനകളെയും ഇന്ന് തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. വിപിൻ ചേരുകയാണ്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പല തരത്തിലുള്ള തെരച്ചിൽ രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ കടുവയെ കണ്ടെത്താനായിട്ടില്ല. കടുവ എവിടെയാണ്? എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഈ കടുവയെ പിടികൂടുക എന്നുള്ള വലിയ ദൗത്യത്തിലാണ് വനംവകുപ്പുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ കാളികാവിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. CCF ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഈ കടുവ എവിടെയെന്നുള്ളത് തന്നെയാണ് ചോദ്യം. കാരണം 50ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. പക്ഷേ ഈ ക്യാമറകളിലൊന്നും തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ സ്ഥലത്ത് അതിൻ്റെ കാൽപ്പാടുകൾ ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ആ ടെറിട്ടറി വിട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരു നിഗമനമുള്ളത്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ, ഡ്രോണിൻ്റെയൊക്കെ പരിശോധനകൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ കുങ്കിയാനകളെ 2 കുങ്കിയാനകളെയാണ് എത്തിച്ചിരിക്കുന്നത്. മുത്തങ്ങയിൽ നിന്ന് കുഞ്ചു, അതുപോലെ തന്നെ കോന്നി സുരേന്ദ്രൻ എന്നീ 2 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. ഇവയെ ഇന്നിപ്പോൾ ഡോക്ടർമാർ രാവിലെ പരിശോധിക്കും. അപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ ഇവയെ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കും. ഇത് തീർത്തും ഒരു കുന്ന് തന്നെ എന്ന് പറയാം. ഒരു റാവുത്തൻകാട് എന്നുള്ളൊരു കുന്നാണ്. അവിടെ ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ പ്രദേശത്തേക്ക് കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അത് ഉൾപ്രദേശത്തേക്ക് പോയിട്ടുള്ള ഒരു തിരച്ചിൽ എന്നുള്ളത് തന്നെയാണ് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തിരച്ചിലുകൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. 20 പേരടങ്ങുന്ന 3 സംഘങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കടുവയെ പിടികൂടണമെന്നുള്ള ആവശ്യം, നാട്ടുകാരെ ആവശ്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം അത്രത്തോളം ഭീതിജനകമായിട്ടൊരു സാഹചര്യമാണ്. ഇതുവരെയും പിടികൂടാനായിട്ടില്ല. അത് ഉൾപ്രദേശത്തേക്ക് പോയിട്ടുണ്ടോ ഈ കടുവ എന്നുള്ള അന്വേഷണം കൂടിയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇന്ന് രാവിലെയും ഡ്രോണിനെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടക്കും. വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.